എല്ലാ ദിവസവും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണവരെ എല്ലാ ദിവസവും നമ്മൾ പോകുന്നില്ല. നമ്മള് മാസത്തിൽ 1-2 തവണയ്ക്കാണ് നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കൊന്നുമില്ല. പിന്നെ നേരത്തെ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ കോളേജ് സ്റ്റുഡൻസിനായാലും സ്ത്രീകൾക്കായാലും ഒരു പബ്ലിക് സ്പേസിൽ ഇറങ്ങുമ്പോൾ ഏത് രീതിയിൽ ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ അവർക്കറിയാം എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് അത് ഒരിക്കലും ബാധിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ എന്താണ് നൈറ്റ് ലൈഫിന് പോകാൻ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇറങ്ങുന്നതല്ല. നമ്മൾ മാസത്തിൽ 1-2 തവണ പോകത്തുള്ളൂ. നമ്മൾ സമയം കിട്ടുമ്പോ നമ്മുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടിട്ട് അങ്ങനെ പോകത്തുള്ളൂ. അല്ലാണ്ട് ഒരു സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെ പോകത്തൊന്നുമില്ല. മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്ലീപ്പ് ഹോർമോൺ ആണ്. ഉറക്കം എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, സ്ട്രെസ് ഹോർമോൺ. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ നോക്കുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം കൂടെ അവിടെ നോക്കണം. ഈ പറയുന്ന പോലെ എല്ലാവരും ജോലി ചെയ്ത് അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടായിരിക്കും ഒന്ന് പുറത്തോട്ടിറങ്ങി ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ മെലറ്റോണിൻ പോലെ തന്നെ കോർട്ടിസോൾ ലെവൽസ് ഹൈ ആണെങ്കിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഡിപ്രഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. സ്ട്രെസ് കൂടിയുള്ള ഡിപ്രഷൻ. ഈ കോർട്ടിസോൾ വളരെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കുക. കോർട്ടിസോളും ഈ പറഞ്ഞ പോലെ വളരെ ഹാനികരമായ ഒരു സംഭവമാണ്, ഒരു ഹോർമോണാണ്. ഡിപ്രഷൻ ഇല്ലാത്തപ്പോ കൂടുന്ന ഒരു സാധനമാണ്. പ്രഷർ കൂടും, കാർഡിയക് പ്രോബ്ലം ഉണ്ട്. എന്തുവാ പ്രതിവിധി? പ്രതിവിധി അത് റിലാക്സ് ചെയ്യുക.